എൻ്റെ പ്രിയപ്പെട്ട ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളെ നമസ്കാരം. നമ്മളിപ്പോൾ നമ്മുടെ ലിറ്ററേച്ചി മിഷൻ്റെ മാഗസിനായിട്ടുള്ള അക്ഷര കൈരളി വന്നിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2022 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 4 വരെ റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ എന്നാണ് അല്ലേ. തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 1 മാർക്ക് വീതം 4 ചോദ്യങ്ങളാണ്. നോട്ട് മെനി മെൻ ബ്രോഡ് കൈറ്റ്സ് ദീസ് ഡേയ്സ്, അഡൾട്ട്സ് ഡിസ്റ്റെയിൻ ദം ആൻഡ് ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി അറ്റ് സിനിമ. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കൈറ്റ് എന്നൊക്കെ ഉള്ള വാക്ക് ഒരേ ഒരു പാഠത്തിലേ ഉള്ളൂ, കൈറ്റ് മേക്കർ എന്നുള്ള പാഠത്തിലല്ലേ. അപ്പം പാഠം ഓർക്കണം. നമുക്കേതായാലും തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, നോട്ട് മെനി പീപ്പിൾ ബ്രോഡ് കൈറ്റ്സ് ദീസ് ഡേയ്സ്, വൈ? ഇക്കാലത്ത് അധികം ആളുകളൊന്നും പട്ടങ്ങൾ വാങ്ങുന്നില്ല, എന്താണ് കാരണം? അടുത്ത ചോദ്യം, ഫോർ വാട്ട് പർപ്പസ് ദ ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി? എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇപ്പോൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത്? പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ പുച്ഛം എന്നുള്ള അർത്ഥമുള്ള ഒരു വാക്ക് കണ്ടുപിടിക്കാനാണ്. വാട്ട് ഹാപ്പൻ ടു ദ ഓപ്പൺ ഗ്രാസ് ലാൻഡ്? തുറസായ പുൽപ്രദേശത്തിന് എന്താണ് സംഭവിച്ചത്? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി സംശയമുള്ളവർ തുറന്നു കാണുക. ഉത്തരം ഇതാ. നോട്ട് മെനി പീപ്പിൾ ബ്രോഡ് കൈറ്റ്സ് ദീസ് ഡേയ്സ്, വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് അഡൾട്ട്സ് ഡിസ്ഡെയിൻ ദം ആൻഡ് ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി അറ്റ് സിനിമ. അഡൾട്ട്സ്, പ്രായപൂർത്തിയായവർ, മുതിർന്നവർ കൈറ്റ് ഫ്ലൈയിങ്ങിനെ പുച്ഛിക്കുന്നു. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ചിൽഡ്രൻ പ്രിഫേർഡ്, കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് സിനിമയ്ക്ക് പോകാനാണല്ലേ, സിനിമയ്ക്ക് വേണ്ടി പൈസ ചിലവഴിക്കാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി? നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ ഈ ചോദ്യത്തിൻ്റെയും ഉത്തരമുണ്ടായിരുന്നു. ചിൽഡ്രൻ പ്രിഫർ ടു സ്പെൻഡ് ദെയർ മണി അറ്റ് സിനിമ. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് കണ്ടംപ്റ്റ്. പുച്ഛം എന്ന അർത്ഥം വരുന്ന വാക്ക് ഡിസ്ഡെയിൻ എന്നാണ്. വാട്ട് ഹാപ്പൻ ടു ദ ഓപ്പൺ ഗ്രാസ് ലാൻഡ്? ഗ്രാസ് ലാൻഡിന് എന്താണ് സംഭവിച്ചത്? ദ സിറ്റി ഹാഡ് സ്വാലോഡ് അപ്പ് ദ ഓപ്പൺ ഗ്രാസ് ലാൻഡ് അല്ലേ, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നഗരം ഓപ്പൺ ഗ്രാസ് ലാൻഡിനെ വിഴുങ്ങി എന്നാണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻസ് 5 to 8. റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. ഓരോ മാർക്കിനുള്ള ചോദ്യം 5 മുതൽ 8 വരെ തന്നിട്ടുള്ള സ്റ്റാൻസയിൽ നിന്ന് അല്ലെ, ഒരു പദ്യത്തിൻ്റെ വരികളാണ്. അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയതാണ്. ഹെൻറി വാസ് മോർണിംഗ് ഫെഡ് വിത്ത് ഫുൾ മെസ് ഓഫ് മിൽക്ക് ആൻഡ് ബ്രെഡ്. അപ്പോൾ ഈ വരികളൊക്കെ വായിക്കുമ്പോൾ ഏതാണ് പദ്യമെന്ന് നമുക്ക് തിരിച്ചറിയേ പറ്റൂ. അപ്പോൾ എല്ലാ പദ്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് പോകണം. ഏതാണ് ഓദർ, എന്താണ് പദ്യത്തിൻ്റെ ടൈറ്റിൽ, ഇതൊക്കെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ് പദ്യമെന്ന് അല്ലേ. പാമ്പിനെ തീറ്റാൻ വേണ്ടി കുട്ടി പോകുന്ന പദ്യം എന്ന് പറയുന്നത് ദ ബോയ് ആൻഡ് ദ സ്നേക്ക് അല്ലേ, ചാൾസ് ലാബിൻ്റെ പോയം. ഇനി നമ്മുടെ 5ാമത്തെ ചോദ്യവും അത് തന്നെയാണ്. ഹൂ ഈസ് ദ ഓദർ ഓഫ് ദ പോയം? ആരാണ് ഓദർ? വാട്ട് ഹെൻറി വാസ് ഫെഡ് വിത്ത് എവറി മോർണിംഗ്? ദിവസവും രാവിലെ ഹെൻറിക്ക് എന്താണ് കൊടുക്കാറ് കഴിക്കാൻ? നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ ബോയ് ഡു വിത്ത് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്? അവൻ്റെ പ്രഭാത ഭക്ഷണവുമായിട്ട് ബോയ് എന്താണ് ചെയ്തത്? നെക്സ്റ്റ്, വേർ ഡസ് ദ ബ്രൂക്ക് ഫ്ലോ? ഏതിലൂടെയാണ് ആ അരുവി ഒഴുകുന്നത്? ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്മോൾ റിവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഉത്തരങ്ങളിലേക്ക് എത്തി നോക്കാം. ഹൂ ഈസ് ദ ഓദർ ഓഫ് ദ പോയം? നമ്മൾ നേരത്തെ പറഞ്ഞു, ചാൾസ് ലാംബാണ്. വാട്ട് ഹെൻറി വാസ് ഫെഡ് വിത്ത് എവറി മോർണിംഗ്? വാട്ട് വാസ് ഹെൻറി ഫെഡ് വിത്ത് എന്നാണ്. അപ്പോൾ ഉത്തരം, ഹെൻറി വാസ് ഫെഡ് വിത്ത് എ ഫുൾ മെസ് ഓഫ് മിൽക്ക് ആൻഡ് ബ്രെഡ്. ഹെൻറിക്ക് കൊടുത്ത മെസ്സ്, അതായത് ഫുഡ് എന്ന് പറയുന്നത് മിൽക്കും ബ്രെഡുമാണ്. വാട്ട് ഡിഡ് ദ ബോയ് ഡു വിത്ത് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് ചെയ്തത്? വൺ ഡേ ദ ബോയ് ടുക്ക് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് എയ്റ്റ് ഇറ്റ് ബൈ എ പേളിംഗ് ബ്രൂക്ക് എന്നതാണ്. അപ്പോൾ അവർ എടുത്തെഴുതിയാൽ മതി. ദ ബോയ് ടുക്ക് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് എയ്റ്റ് ഇറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് അവൻ കഴിക്കാൻ പോയി. എവിടേക്ക്? ബൈ എ പേളിംഗ് ബ്രൂക്ക്. ബൈ മീൻസ് ബിസൈഡ് എ പേളിംഗ്. പേളിംഗ് എന്ന് നീരൊഴുക്കുള്ള എന്നർത്ഥം. പേളിംഗ് ബ്രൂക്ക്, നീരൊഴുക്കുള്ള ഒരു നദിക്കരയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. വേർ ഡസ് ദ ബ്രൂക്ക് ഫ്ലോ? ഇതിലൂടെയാണ് നമ്മുടെ ബ്രൂക്ക് ഒഴുകുന്നത്. ദ ബ്രൂക്ക് ഫ്ലോസ് ത്രൂ ഹിസ് മദേഴ്സ് ഓർച്ചിഡ്. അമ്മയുടെ പേരിലുള്ള പഴത്തോട്ടം, അതിലൂടെയാണ് ബ്രൂക്ക് ഒഴുകുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 to 12. അറ്റംപ്റ്റ് എനി 3 questions. ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണം, 4 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും 3 എണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. എല്ലാറ്റിനും കൂടെ ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 scores.
ഏതാണ്ട് 2 സെൻറ്റൻസ് മതിയാവും അല്ലേ? 2 മാർക്കിനാണ് ചോദ്യം. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ 6 മാർക്കായി. The climbing roses in the greenhouses were heart satisfying. Why does Helen say so? ഹെലൻ കെല്ലർ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ വീട്ടിലെ ക്ലൈംബിംഗ് റോസസ് അത് വളരെ ഹൃദയഹാരിയായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ടു ഹെലൻ കെല്ലർ റോസസ് വെർ ദ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ ദ ഫ്ലവേഴ്സ്. ഹെലൻ കെല്ലർ പറയുന്നത് ക്ലൈംബിംഗ് റോസസ് ആണ് ഏറ്റവും മനോഹരമായത് എല്ലാ പുഷ്പങ്ങളെക്കാൾ എന്നാണ്. ദേ യൂസ് ടു ഹാങ് ഇൻ ലോങ് ഫെസ്റ്റൂൺസ്. അതങ്ങനെ തോരണം പോലെ തൂങ്ങിക്കിടക്കും. ഫ്രം ദ പോർച്ച്, അവരുടെ പോർച്ചിൽ നിന്ന് സ്പ്രെഡിങ് ഇറ്റ്സ് ഫ്രാഗ്രൻസ് എവരിവെയർ. അതിൻ്റെ സുഗന്ധം എല്ലായിടത്തും പടർത്തിക്കൊണ്ട്. ഇൻ ഏർലി മോർണിംഗ് വാഷ്ഡ് ഇൻ ഡ്യൂ. അതിരാവിലെ മഞ്ഞിലങ്ങനെ കുളിച്ച് നിൽക്കുമ്പോൾ ദേ സീംഡ് സോ സോഫ്റ്റ്, വളരെ സോഫ്റ്റായിട്ട് കാണപ്പെടും. ആൻഡ് പ്യുവർ, ശുദ്ധമായിട്ട്, ലൈക്ക് ആസ്ഫോഡൽസ് ഓഫ് ഗോഡ്സ് ഗാർഡൻ, ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ ആസ്ഫോഡൽ പുഷ്പങ്ങളെ പോലെ. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു ദ ഡ്രാഗൺ കൈറ്റ്? കൈറ്റ് മേക്കറിലെ ചോദ്യമാണ് വീണ്ടും. എന്താണ് ഡ്രാഗൺ കൈറ്റിന് സംഭവിച്ചത്? ദ ഡ്രാഗൺ കൈറ്റ് പുൾ ഫിയർഫുള്ളി ഓൺ ദ ട്വൈൻ. ഡ്രാഗൺ കൈറ്റ് അതിൻ്റെ ചരടിൽ വല്ലാതെ വലിച്ചു, സമ്മർദ്ദം ചെലുത്തി. മെഹ്മൂദ് വിത്ത് ഹിസ് ഹെൽപ്പ് ഓഫ് ഹിസ് സൺസ് കുഡ് നോട്ട് കൺട്രോൾ ഇറ്റ്. മെഹ്മൂദൻ തൻ്റെ മക്കളുടെ സഹായത്താൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ദ ട്വൈൻ ബ്രോക്ക് ആൻഡ് ഇറ്റ് ലെഫ്റ്റ് ഫ്രീലി ഹയർ ആൻഡ് ഹയർ ഇൻ ദ സ്കൈ ആൻഡ് ഇറ്റ് വെൻറ്റ് ബിയോണ്ട് ദ സൈറ്റ്. അങ്ങനെ ട്വൈൻ ബ്രോക്ക് ചെയ്യുന്നു അല്ലേ, ചരട് പൊട്ടുകയും. ഇറ്റ് ലെഫ്റ്റ്, അത് കുതിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ഫ്രീ ആയിട്ട്. ഇറ്റ് ലെഫ്റ്റ് ഹയർ ആൻഡ് ഹയർ, ഉയരങ്ങളിലേക്ക് കുതിക്കുന്നു, ആകാശത്തിലേക്ക്. ആൻഡ് ഇറ്റ് വെൻറ്റ് ബിയോണ്ട് ദ സൈറ്റ്, കാഴ്ചയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞു പോകുന്നു. 11ാമത്തെ, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ആസ് പെർ ദ ഡിറക്ഷൻസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് എന്നാണ്. ബ്രാക്കറ്റിൽ കൊടുത്ത നിർദ്ദേശത്തിനനുസരിച്ച് സെൻറ്റൻസിനെ മാറ്റി എഴുതാനാണ്. ഹി റോട്ട് എ നോവൽ അല്ലേ, ഹി റോട്ട് എ നോവൽ, അവനൊരു നോവൽ എഴുതി. ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് എ നോവൽ. എ നോവൽ വെച്ചിട്ട് ഈ സെൻറ്റൻസിനെ മാറ്റി എഴുതണം. അതായത് ഇവിടെ സബ്ജക്റ്റ് ആദ്യം വരുന്ന രീതിയിലാണ് സെൻറ്റൻസ് തന്നിട്ടുള്ളത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എ നോവൽ ഒബ്ജക്റ്റ് ആദ്യം വരുന്ന രീതിയിൽ മാറ്റി എഴുതണം. ആക്റ്റീവ് വോയിസിലാണ് തന്നിട്ടുള്ള സെൻറ്റൻസ്, അതിനെ പാസീവ് വോയിസിൽ എഴുതണം. ഹി റോട്ട് എന്നുള്ള വെർബ്, ആ വെർബിനോട് എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഏതൊരു വെർബിനോടും എന്ത് അല്ലെങ്കിൽ ആരെ എന്ന് ചോദിച്ചാൽ കിട്ടുന്നതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹി റോട്ട്, അവൻ എഴുതി. എന്താണ് എഴുതിയത്? നോവലാണ് എഴുതിയത്. അപ്പോൾ നോവലാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ എ നോവൽ, അതിന് ശേഷം വരേണ്ടത് ഒരു ഓക്സിലറിയാണ്. വെർബ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ എന്ന് വരും. വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ എന്ന് വരും. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ വാസ്. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ അല്ലെങ്കിൽ വേർ. ഇവിടെ ഹി റോട്ട് എന്നാണ് കാണുന്നത്, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ വരുന്നത് വാസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആയിരിക്കും. ഇവിടെ എ നോവൽ എന്നുള്ളത് സിംഗുലറാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. എ നോവൽ വാസ്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ 3ാമത്തെ ഫോമാണ്, V3. റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ്. എ നോവൽ വാസ് റിട്ടൺ. പിന്നെ നമ്മൾ ബൈ ഏജൻറ്റ് ചേർക്കണം. ബൈ ഹി അല്ല, ബൈ ഹിം അല്ലേ. എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ക്യാറ്റ് കിൽഡ് ദ റാറ്റ് എന്നുള്ളതാണ് സെൻറ്റൻസ് എന്ന് വിചാരിച്ചോളൂ. അപ്പം എ റാറ്റാണ് ഒബ്ജക്റ്റ്, എ റാറ്റ് കിൽഡ് എന്നുള്ളതാണ് വെർബ്, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ എ റാറ്റ് വാസ് കിൽഡ് ബൈ ദ ക്യാറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ഷീ ഈസ് എ ഡോക്ടർ. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്സിലറി ഈസ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈസ് ആദ്യം എഴുതണം. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകണം. അപ്പോൾ ഓക്സിലറിയുടെ കൂടെ ഈസിൻ്റെ കൂടെ നമ്മൾ നോട്ടും കൂടി ചേർക്കും. അപ്പോൾ ഈസിൻ്റെ എന്ന് കിട്ടും. പിന്നെ പ്രോനൗണ് ഈസ് ഇൻ ഷീ അല്ലേ, ഈസ് ഇൻ ഷീ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് നെക്ലേസിങ് എന്നാണ് അല്ലേ. നെക്ലേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്ലേസിങ് ഈസ് എ സ്റ്റൈൽ ഓഫ് പബ്ലിക് എക്സിക്യൂഷൻ പ്രിവെയിൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ പ്രിവെയിൽ ചെയ്ത, നിലനിന്ന ഒരു പബ്ലിക് എക്സിക്യൂഷൻ സിസ്റ്റമാണ് നെക്ലേസിങ് എന്നുള്ളത്. ഒരു പൊതുശിക്ഷാ നടപടി. എ ടയർ ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ദ നെക്ക് ഓഫ് ദ വിക്ടിം. ഇരയുടെ കഴുത്തിൽ ഒരു ടയർ ഇടുകയാണ്. ഫിൽ വിത്ത് ഗ്യാസോലിൻ, അതിൽ മണ്ണെണ്ണ നിറച്ചിട്ടുണ്ടാവും. ആൻഡ് സെറ്റലൈറ്റ്, എന്നിട്ട് തീ കൊടുക്കുന്നു. ഇതാണ് നെക്ലേസിങ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13 to 20. Attempt any 5 of the following questions. Each question carries 4 marks. 5 into 4, 20. 4 മാർക്കിലുള്ള ചോദ്യമാണ്. ഏതെങ്കിലും 5 എണ്ണം ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 എണ്ണത്തിൽ 5 എണ്ണം എഴുതിയാൽ മതി.
13-ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ വില്ലേജേഴ്സ് നിക്നെയിം ദ ബെഗർ ബെൽ? നാട്ടുകാർ ആ ബെഗറിനെ ബെൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഉത്തരം, ദ ബെഗർ ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഗെഡി മാപ്പസൻറ്റ്. The beggar, the central character of the story, lost his legs in an accident. ഇപ്പോൾ ബെഗറിന് തൻ്റെ കാലുകൾ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ്. സിൻസ് ദെൻ, അന്ന് മുതൽ, ഹി ഡ്രാഗ്ഡ് ഹിംസെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് സ്വയം വലിച്ച് മുന്നോട്ട് നീക്കിയത്. വിച്ച് ഫോഴ്സ്ഡ് ഹിസ് ഷോൾഡേഴ്സ് അപ് ടു ഹിസ് ഇയേഴ്സ്. അങ്ങനെ ക്രച്ചസിൻ്റെ സഹായത്തോടുകൂടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡേഴ്സ് ചെവി വരെ എത്തിയിരുന്നു. പീപ്പിൾ നിക്നെയിം ദ ബെഗർ ബെൽ ബിക്കോസ് ഹി ഹങ് ബിറ്റ്വീൻ ഹിസ് ടു ക്രച്ചസ് ലൈക്ക് എ ചർച്ച് ബെൽ. തൻ്റെ ക്രച്ചസിൻ്റെ നടുവിൽ ചർച്ചിലെ ബെല്ല് പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് കൈറ്റ് ഫ്ലൈയിങ് ഈസ് എ നോബിൾ പാസ് ടൈം? വൈ? പട്ടം പറത്തൽ കുലീനമായ ഒരു നേരം പോക്കാണോ? എന്തുകൊണ്ട്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. കൈറ്റ് ഫ്ലൈയിങ് വാസ് ദ സ്പോർട്ട് ഓഫ് കിങ്സ് വൺസ്. ഒരിക്കൽ രാജാക്കന്മാരുടെ ഒരു വിനോദമായിരുന്നു കൈറ്റ് ഫ്ലൈയിങ്. ദെൻ ഇറ്റ് വാസ് നോൺ ആസ് എ നോബിൾ പാസ് ടൈം. ആ സമയത്താണിത് കുലീനം എന്നറിയപ്പെട്ടത്. In Ruskin-born story, The Kite Maker, Mahmud remembers the days when the Nawab with his retinue comes to the riverbank to join in his noble pastime of kite flying. Kite Maker എന്നുള്ള കഥയിലെ മെഹമ്മൂദ് സെൻട്രൽ ക്യാരക്ടറാണ്. അദ്ദേഹം ഓർക്കുന്നത് എന്താണ്? ആ ദിവസങ്ങളാണ്. വെൻ നവാബ്, അവിടുത്തെ നവാബ് അദ്ദേഹത്തിൻ്റെ റെറ്റിന്യൂ, അദ്ദേഹത്തിൻ്റെ പരിചാരകരുമായിട്ട് വന്നിട്ട് പുഴക്കരയിൽ റിവർ ബാങ്കിൽ അവരുടെ നോബിൾ പാസ് ടൈം ആയിട്ടുള്ള കൈറ്റ് ഫ്ലൈയിങ്ങിൽ ഏർപ്പെടുന്ന കാര്യമൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ബട്ട് ആസ് ടൈം ഫ്ലൂ ബൈ, സമയത്തിൻ്റെ ഒഴുക്കിൽ, ആൻഡ് വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ടെക്നോളജിയുടെ വരവോടുകൂടി, കൈറ്റ് ഫ്ലൈയിങ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈവൻ എ പാസ് ടൈം. അതിപ്പോൾ ഒരു നേരം പോക്കിയല്ല. നവഡേയ്സ് പീപ്പിൾ ഹാവ് നോ ടൈം, ദേ ആർ ഇൻ ഹറി. ആളുകൾക്ക് ഇപ്പോൾ സമയമില്ല, അവർ തിരക്ക് പിടിച്ചിട്ട് നടക്കുക. ഇൻ ദെയർ റൺ ടു അച്ചീവ് ദെയർ എയിം, അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ ഓട്ടത്തിൽ, ദേ മിസ് ഓർ ഹേർട്ട് മെനി ഡെലിക്കേറ്റ് തിങ്സ് ലൈക്ക് കൈറ്റ്സ്. അവർ പലപ്പോഴും മിസ് ചെയ്യുന്നു ഇതുപോലത്തെ ലഘുവായിട്ടുള്ള പല വിനോദങ്ങളും. അതായത് കൈറ്റ്സിനെ പോലെയുള്ള പല ഡെലിക്കേറ്റ് തിങ്സിനെയും അവർക്ക് മിസ്സാവുന്നു. പീപ്പിൾ ഓഫ് ടുഡേ ഡോണ്ട് ഈവൻ നോ ഹൗ ടു ഫ്ലൈ ഇറ്റ്. ഇന്നത്തെ ആളുകൾക്ക് അത് എങ്ങനെ പറത്തണമെന്ന് പോലും അറിയില്ല. ദർ വെർ നോട്ട് മെനി ഓപ്പൺ സ്പേസസ് ലെഫ്റ്റ് ഫോർ ദ ഫ്ലൈയിങ് ഓഫ് കൈറ്റ്സ്. ഇത് പറത്താൻ വേണ്ട ഓപ്പൺ സ്പേസസ് ഇല്ലതാനും. റെയർലി വി സീ പീപ്പിൾ ഫ്ലൈ കൈറ്റ്സ് ഓൺ സീ ഷോർസ് ഓർ റിവർ ബാങ്ക്സ്. കടൽത്തീരത്തും അതുപോലെ പുഴക്കരയിലുമൊക്കെ ആളുകൾ പട്ടം പറത്തുന്നത് വളരെ റെയറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. അടുത്ത ചോദ്യം 15-ാമത്തെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് തിരഞ്ഞെടുത്തെഴുതാനാണ്. നോക്കാം. വൺ ഡേ, അണേബിൾ ഡാഷ് ബെയർ ഇറ്റ് ഫർദർ മിക്കാലി ഡാഷ് ടു ദ അതർ സൈഡ് ഓഫ് ദ പ്ലേസ് വേർ ദ അന്റോലിയൻസ് വേർ. ദേ ഓൾസോ ഹാഡ് ഡാഷ് ഫ്രം ദ തുർക്കിഷ് മസാക്ക് ഡാഷ് ഏഷ്യ മൈനർ. അപ്പോൾ നമുക്കൊരു നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഈ സംഭവം പാസ്റ്റ് ടെൻസിലുള്ളതാണ് അല്ലേ. വേർ അന്റോലിയൻസ് വേർ എന്നൊക്കെ കാണാം. WER ഒക്കെ പാസ്റ്റ് ടെൻസിൻ്റെ അടയാളമാണ്. അപ്പോൾ മിക്കവാറും ഈ പാരഗ്രാഫിലെ എല്ലാം പാസ്റ്റ് ടെൻസിലായിരിക്കാനാണ് സാധ്യത. നോക്കാം. വൺ ഡേ, ഒരു ദിവസം, അണേബിൾ ഡാഷ് ബെയർ ഇറ്റ് ഫർദർ, സഹിക്കാനാകാതെ അല്ലേ. സാധാരണ നമ്മൾ അണേബിൾ ടു എന്നാണ് പറയുക. അണേബിൾ ടു ബെയർ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഐ ആം അണേബിൾ ടു ഹിയർ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഐ ആം അണേബിൾ ടു സീ അല്ലേ. എനിക്ക് പാടാൻ കഴിയും. ഐ ആം ഏബിൾ ടു സിങ് എന്നാണ്. അപ്പോൾ ടു എന്നാണ് വരേണ്ടത്. കാരണം ബെയർ എന്നുള്ളത് വെർബാണ്. വെർബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ ടു ചേർക്കാറുണ്ട്. മിക്കാലി ഡാഷ്, ഇപ്പോൾ അവിടെ മിക്കാലി ഏകവചനമാണ്. ഏകവചനമാകുമ്പോൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ അവിടെ ഗോ എന്നൊരിക്കലും വരില്ല, ഗോസ് എന്നേ വരുള്ളൂ. പക്ഷേ ഇവിടെ ഗോ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻ്റ് ആണ് തന്നെ. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വെൻ്റ് തന്നെയാണ്. ടു ദ അതർ സൈഡ് ഓഫ് ദ പ്ലേസ് വേർ ദ അന്റോലിയൻസ് വേർ. ദേ ഓൾസോ ഹാഡിന് ശേഷം എപ്പോഴും V3 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ V3 ആയിട്ടുള്ള ഫോം ഫ്ലൂ അല്ല, മറിച്ച് ഫ്ലഡ് ആണ്. ഫ്രം ദ തുർക്കിഷ് മെസാക്കേഴ്സ്. പിന്നെ ഓൺ ഏഷ്യ മൈനർ അല്ല, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് ഇൻ ഏഷ്യ മൈനർ. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം മൈ ചെറി ട്രീ? മൈ ചെറി ട്രീ എന്നുള്ള പോയത്തിൽ ബേർഡ്സിനെ കുറിച്ചുള്ള വിവരണമുണ്ട്. എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്? ഇൻ ദ പോയം മൈ ചെറി ട്രീ, എലൻ ബെയ്ലി ഹ്യൂമറസ്ലി ഡെപിക്ട്സ്, വളരെ തമാശ രൂപേണ ചിത്രീകരിക്കുന്നുണ്ട് ദ ചെറി ട്രീ ദാറ്റ് ഈസ് വിസിറ്റഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് ബേർഡ്സ്. തൻ്റെ ചെറി ട്രീയിൽ ഒരുപാട് എണ്ണം ബേർഡ്സ് വിസിറ്റ് ചെയ്യുന്നതായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട്. ഹു ഫീസ്റ്റ് ഓൺ ദ ഡെലീഷ്യസ് റൈപ്പ് ചെറീസ്, അവിടെ മൂത്ത് പഴുത്ത് നിൽക്കുന്ന ചെറീസിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അല്ലേ. ഹു ഫീസ്റ്റ് ആണ് സദ്യ ഉണ്ണുക എന്നൊക്കെയാണ്.
ദ സ്പീക്കർ എലാബറേറ്റ്ലി ഡിസ്ക്രൈബ്സ്, വളരെ വിശദീകരിച്ച സ്പീക്കർ പറയുന്നുണ്ട് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം, അല്ലേ? അബൌട്ട് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം. തുടക്കത്തിൽ ബേർഡ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ദ ബേർഡ്സ് ഔട്ട് നമ്പേർഡ് ദ ലീവ്സ് എന്നാണ്. ലീവ്സിനേക്കാൾ, ഇലകളേക്കാൾ കൂടുതൽ എണ്ണത്തിലുണ്ട് ബേർഡ്സ്. There were bluebirds and redbirds and sparrows. They made a lot of noise and were happy. ഒരുപാട് ശബ്ദമുണ്ടാക്കുന്നു, സന്തോഷവാന്മാരാണ് അവർ. They flew around the cherry tree flapping their wings and stuffing cherries in their little mouth. ഒരു ചെറിയ ട്രീയുടെ ചുറ്റും പറക്കുന്നു, അവരുടെ ചിറകുകൾ അടിച്ചുകൊണ്ട്. എന്നിട്ടോ സ്റ്റഫിങ് ചെറീസ്, ചെറിപ്പഴങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് എവിടെ? ഇൻ ദ ലിറ്റിൽ മൗത്ത്. ദ പോയറ്റ് കോൾസ് ദം ഫെതേർഡ് ഫ്രണ്ട്സ്, അല്ലേ? പോയറ്റ് ആ പക്ഷികളെ ഫെതേർഡ് ഫ്രണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ദേ കെപ്റ്റ് നിബ്ലിങ് ആൻഡ് ഗോബ്ലിങ്. ആ പക്ഷികൾ എന്ത് ചെയ്തു? നിബിൾ ചെയ്യുന്നത് തുറന്നുകൊണ്ടിരുന്നത്. നിബിൾ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, കുറച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഗോബിൾ മീൻസ് ഗൾപ്പ്, സ്വാലോ, വിഴുങ്ങുക എന്നാണ്. ഓൺ ദ ചെറീസ് വിതൗട്ട് തിങ്കിങ് ഓഫ് ദ ഓദർ ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹെർ ഷൗട്ട്സ് ഓഫ് പ്രൊട്ടസ്റ്റ്. എതിർപ്പിൻ്റെ ശബ്ദങ്ങളും ഒക്കെ മറന്നുകൊണ്ട്, ഓദറിനെ തന്നെ മറന്നുകൊണ്ട് അവരുടെ എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ദ ചൈനാമാൻ. The Chinaman in Lilianako's story Maternity is an incarnation of love and humanity. സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമാണ് മെറ്റേണിറ്റിയിലെ ചൈനമാൻ. The story is told by Armenians and Anatolians, stated the Orientals as cruel and brutal. ഇപ്പോൾ അർമീനിയക്കാരും അതുപോലെ അന്റോളിയൻസും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഓറിയൻ്റൽസ്, കിഴക്കൻ പ്രദേശത്തുള്ളവർ, ഏഷ്യൻ പ്രദേശത്തുള്ളവരൊക്കെ വളരെ ക്രൂരരും അതുപോലെ മൃഗതുല്യരുമാണ് എന്നാണ്, അല്ലെ? ബ്രൂട്ടലായിട്ടുള്ള സ്വഭാവം, മൃഗീയ സ്വഭാവമുള്ളവരുമാണ്. സോ വെൻ മിഖാലി സോ ദ ചൈനാമാൻ കോളിംഗ് ഹിം, അതുകൊണ്ട് മിഖാലി, ഈ ചൈനക്കാരൻ അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് ഹി ഫെൽറ്റ് ഷോക്ക്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് മിഖാലിക്ക്, ആകെപ്പെട്ടൊരു കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത്. ബട്ട് വെൻ ഹി റിപ്പീറ്റഡ് ഹീസ് ഇൻവിറ്റേഷൻ, ആ ചൈനാമാൻ ആ ഇൻവിറ്റേഷൻ തുറന്നപ്പോൾ മിഖാലി ഫെൽറ്റ് ഐ ഗോയിങ് വിത്ത് ഹിം, അയാളുടെ കൂടെ പോയാലെന്ന് തോന്നുന്നു. ഈവൻ ദോ വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രെസ്, ഒരുപാട് ടെൻഷനോട് കൂടിയാണ് പോണത്. എന്നാലും ഓൺ ദ വേ ടു ഹിസ് ഹൗസ് ചൈനാമാൻ പ്രൂവ്ഡ് ഹിംസെൽഫ് എ കൈൻഡ് ഹാർട്ടഡ് മാൻ. വീട്ടിലേക്കുള്ള മാർഗമധ്യേ തന്നെ ചൈനാമാൻ ഒരു ദയാലുവാണെന്ന് തെളിയിച്ചു. ദ ചൈനാമാൻ ആൻഡ് ഹിസ് വൈഫ് വർ റിയൽ സേവിയേഴ്സ്. ഒരു രക്ഷകരായിട്ട് മാറുകയായിരുന്നു ചൈനാമാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഹിസ് വൈഫ് ബ്രസ്റ്റ് ഫെഡ് ദ ബേബി, ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുകയാണ്. വിതൗട്ട് വറിയിങ്, യാതൊരു ബേജാറുമില്ലാതെ. ഹൗ ഹൊറിബിൾ ആൻഡ് ഡേർട്ടി ഇറ്റ് ലുക്ഡ്. ആ കുട്ടിയുടെ ലുക്സ് ഒന്നും നോക്കാതെ, വളരെ ഡേർട്ടിയാണ്, ഭീകരമാണ് ആ കുട്ടിയുടെ അവസ്ഥ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യാതെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് മിഖാലീസ് ബ്രദർ എൻജോയ്ഡ് എ മദേഴ്സ് ലവ്. അങ്ങനെ ആദ്യമായിട്ട് മിഖാലിയുടെ ബ്രദർ അമ്മയുടെ സ്നേഹം അനുഭവിക്കുകയാണ്. അടുത്ത ചോദ്യം, ദ മദർ ഇൻ ദ പോയം ദ ബോയ് ആൻഡ് ദ സ്നേക്ക് ഡിസൈഡ്സ് ടു റൈറ്റ് ഹെർ എക്സ്പീരിയൻസ് ഓഫ് സീയിങ് ഹെർ സൺ പ്ലേയിങ് വിത്ത് എ സ്നേക്ക് ഇൻ ഹെർ ഡയറി. ബോയ് ആൻഡ് സ്നേക്ക് എന്നുള്ള പദ്യത്തിലെ അമ്മ മകൻ സ്നേക്കുമായിട്ട് കളിക്കുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചൊരു ഡയറി എഴുതുകയാണ്. റൈറ്റ് ദ പോസിബിൾ ഡയറി എൻട്രി ഫോർ ഹർ. എങ്ങനെ ഡയറി എഴുതുക? ആദ്യം ഡേറ്റ് വേണം, ഡേ നമ്മൾ എഴുതിയിട്ടുണ്ട്, സമയം കൂടി എഴുതുക, എന്നിട്ട് ഡയറി അഡ്രസ് ചെയ്തിരിക്കുന്നു, ഡിയർ ഡയറി എന്ന്. വാട്ട് എ ഡ്രെഡ്ഫുൾ ഡേ ദിസ് വാസ്. ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എത്ര ഭീതിജനകമായ ദിവസമാണിന്ന്. റിയലി ഷോക്ക് ടു സീ മൈ ഹെൻറി ഷെയറിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എ പോയിസണസ് സ്നേക്ക്. എൻ്റെ മകനായ ഹെൻറി ഒരു വിഷപ്പാമ്പിനോട് ബ്രേക്ക്ഫാസ്റ്റ് ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി എന്ന് പറയുന്നു. സീയിങ് ഹിസ് ഡിലൈറ്റ് ടു ഈറ്റ് ഔട്ട് സൈഡ് ഓൺ ദ ഗ്രാസി സീറ്റ് ഐ അലൗഡ് ഹിം ടു ഡു സോ. അവൻ്റെ സന്തോഷം പുറത്തുപോയി ഗ്രാസിൻ്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ അതിനെ അനുവദിച്ചതാണ്. യെസ്റ്റർഡേ ഹീ ടോൾഡ് മീ, ഇന്നലെ പറഞ്ഞു അവനോട്, എബൌട്ട് ഹിസ് ഫ്രണ്ട് എ ഫൈൻ ഗ്രേ പ്രിറ്റി ബേർഡ് ഹു ഈസ് സ്മൂത്ത് ലൈക്ക് സിൽക്ക്. അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ബേർഡ്, അതിനെ തൊട്ട് കഴിഞ്ഞാൽ സിൽക്ക് പോലെ സ്മൂത്താണ്. ആ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഹീ സെഡ് ഇറ്റ് ലൗഡ് ഹിം ആൻഡ് ഹിസ് മിൽക്ക്. അവനൊരു കാര്യം കൂടി പറഞ്ഞു, അവനെയും അവൻ കൊടുക്കുന്ന പാലിനെയും ആ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഐ വാസ് ആങ്ഷ്യസ് ടു സീ ഹിസ് ന്യൂ ഫ്രണ്ട് ആൻഡ് ഫോളോഡ് ഹിം ടുഡേ. എനിക്ക് അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ ആകാംക്ഷ തോന്നി, അങ്ങനെ ഞാൻ ഇന്ന് അവനെ ഫോളോ ചെയ്തു. ദാറ്റ് സൈറ്റ്, ആ ഒരു കാഴ്ച, മൈ സൺ സിറ്റിംഗ് സോ ക്ലോസ് ടു ദ സ്നേക്ക് ആൻഡ് ഫീഡിങ് ഇറ്റ്. അല്ലേ? എൻ്റെ മകൻ പാമ്പിൻ്റെ അടുത്തിരുന്ന് അതിനെ ഫീഡ് ചെയ്യുന്നത്. I was so cautious not to make any noise to disturb his friend that it may harm my son. ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു അവൻ്റെ സുഹൃത്തിനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ. കാരണം ഇറ്റ് മേ ഹാം മൈ സൺ, എൻ്റെ മകനെ അപകടപ്പെടുത്തിയാലോ. ഹൗ ടെറിബിൾ ദ സീൻ വാസ്. എത്ര ഭയാനകമായ സീനായിരുന്നു അത്. ദ ചൈൽഡ് ലിഫ്റ്റഡ് ഹിസ് സ്പൂൺ ആൻഡ് ടാപ്പ് ദ സ്നേക്ക് ഓൺ ഹിസ് ഹെഡ്. കുട്ടി എന്ത് ചെയ്തു? അവൻ്റെ സ്പൂണെടുത്ത് പാമ്പിൻ്റെ മണ്ടയ്ക്കടിച്ചു. To my surprise,
എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഐ ഫൗണ്ട് ദ സ്നേക്ക് ഒബെയ്ഡ് ദ ഓർഡേഴ്സ് ഓഫ് ദ ചൈൽഡ്. പാമ്പ് കുട്ടിയുടെ ഓർഡേഴ്സിനെ അനുസരിക്കുകയായിരുന്നു. ആൻഡ് ലീവ്സ് ദ പ്ലേസ് സ്ലോലി. അവിടെ നിന്ന് പതുക്കെ പോവുകയും ചെയ്തു. ഐ ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു നെടുവീർപ്പിട്ടു, ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. വെൻ ഇറ്റ് ലെഫ്റ്റ് ദ പ്ലേസ്, അല്ലേ, അതവിടെ നിന്ന് പോയപ്പോൾ. ഇപ്പോൾ ഡയാന എന്ന് ലാസ്റ്റ് ഈ ഡയറി എഴുതിയയാളുടെ പേര് എഴുതിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ആരുടെ പ്രൊഫൈലാണോ അയാളുടെ പേര് ടൈറ്റിലായിട്ട് എഴുതണം. നമ്മളോട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ടൈറ്റിലായിട്ട് എഴുതി അതിനുശേഷം എന്ത് ചെയ്യണം? ഓരോ പോയിൻറ്റ്സും കണക്ട് ചെയ്ത് തരണം. ഇവിടെ ബർത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബർത്ത് 14 നവംബർ 1889 ആണ്, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ എന്ന് പറയാം. ബോൺ ഓൺ 14 നവംബർ 1889. സൺ ഓഫ് മോട്ടിലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ദ സൺ ഓഫ് മോട്ടിലാൽ നെഹ്റു എന്ന് പറയാം. അല്ലെങ്കിൽ മോട്ടിലാൽ നെഹ്റു വാസ് ഹിസ് ഫാദർ എന്ന് പറയാം. അല്ലെങ്കിലോ ആദ്യത്തെ സെൻറ്റൻസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്ത്? ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ 14th നവംബർ 1889 ആസ് ദ സൺ ഓഫ് മോട്ടിലാൽ നെഹ്റു എന്ന് പറയാം. നെക്സ്റ്റ് എഡ്യൂക്കേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് എന്നാണ്. അപ്പോൾ ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയാം. നമ്മൾ പ്രൊഫൈൽ എഴുതിയിട്ടുണ്ട്. അതിലത്തെ ഓരോ വേർഡിങ്സും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് നമുക്ക് അറിയുമെങ്കിൽ അതുകൂടി പ്രൊഫൈലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തന്നിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ലൈൻസ്. താഴെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. She squats bare feet, splayed out, not graceful, skirt tucked around the ankles. Her face is lined and cracked. She looks old, older than anything. അപ്പോൾ ഈ വരികൾ ഏതാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വരികൾ എക്സ്പ്ലെയിൻ ചെയ്യാം? യെസ്, ഇതാ ഉത്തരം. The given lines are taken from the poem A Poor Woman Learns to Write. The anxiety of an elderly woman who is writing for the first time at the age of 30 is portrayed in the poem. ഈ പോയത്തിൽ 30-ാം വയസ്സിൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരു മുതിർന്ന സ്ത്രീയുടെ ആകാംക്ഷയാണ് കാണാൻ സാധിക്കുന്നത്. These lines describe the physical appearance and features of that poor woman. ആ പാവം സ്ത്രീയുടെ അപ്പിയറൻസിനെ കുറിച്ചും അവരുടെ സവിശേഷതകളെക്കുറിച്ചുമാണ് ഈ വരികളിലൂടെ പ്രതിപാദിക്കുന്നത്. She squats. അവൾ കുത്തിയിരിക്കുന്നു. Wearing no footwears. ഒരു ഫുട്വെയറും ധരിച്ചിട്ടില്ല, ചെരുപ്പൊന്നുമില്ല. ആൻഡ് ടക്കിങ് ഹെയർ സ്കേർട്ട് അറൗണ്ട് ആംഗിൾസ്. അവരുടെ ആംഗിൾസിലൂടെ ഈ സ്കേർട്ട് ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. ആംഗിൾസ് പറഞ്ഞാൽ കാലിൻ്റെ ആ നെരിയാണി. ഷീ ഈസ് നോട്ട് സോ എലഗൻറ്റ്. കാണാൻ അത്ര ബ്യൂട്ടിഫുൾ അല്ല. ഹെർ ഫേസ് ആൻഡ് ഹാൻഡ്സ് വെർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. മുഖവും കൈകളുമൊക്കെ വരകളും വിള്ളലും വീണതാണ്. സോ ഷീ ലുക്സ് വെരി ഓൾഡ്. അങ്ങനെ അവർ വളരെ വയസ്സായ സ്ത്രീയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളിപ്പോൾ ഇന്ന് തൽക്കാലം പറയാൻ പോകുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം വിടാം.